ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം. അത് ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ എങ്ങനെ പ്രണയിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ പുരുഷന്മാരായിരുന്നു. ലാലേട്ടനും മമ്മൂക്കയും സിറിയേട്ടനും മധുചേട്ടനും ഒക്കെ പലതര സമയത്ത് സ്ത്രീകളോട് പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രണയിക്കപ്പെടുന്നത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളെ സ്നേഹിക്കാവൂ, ഒറ്റ ഒരാളെ മാത്രം. അതാ നിന്റെ വിഷമം. പിന്നെ താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലിയെ പറ്റി മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നൊരു കാലം. ഭയങ്കരം തന്നെ. നമ്മൾ ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങളൊരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത്. ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും മതി. ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ നിങ്ങൾ അതിര് കിടക്കുന്നു. ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഒരുപോലെ പാലിച്ചില്ലെങ്കിൽ സംഗതി പൊട്ടിത്തെറിക്കും. എന്താന്നും മിണ്ടാത്താരും ഇവള് നമ്മളെക്കാളും തറയടാ. കൊഞ്ചം അங்கே பாரு കണ്ണാ. വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോട് പറയുകയാണ്, ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരുമോ. അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. ഒരാള് മരിച്ച അവസ്ഥയല്ലേ പറയുന്നത്? വിഷം കൊടുത്തു കൊന്ന കാര്യമല്ലേ പറയുന്നത്? നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ. ന്യായീകരിക്കുകയും ഹേറ്റ് സ്പീച്ച് നടത്തുകയും ചെയ്യുന്നത് ഒരു പുരുഷ വിരുദ്ധ മൈൻഡ് സെറ്റാണ്. ഈ വനിതാ കമ്മീഷനിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു വനിത പറയുന്നത് ശരിയല്ല, ഒരാളെ കൊന്നതിനെ ന്യായീകരിക്കാന്ന് പറയുന്നത് കേട്ടോ. നേരെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ മീരാ മാഡത്തിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. Yeah, I'm here to make you hurt. That's the only way I work. We gon' put them in the dirt.